IELTS സ്പീക്കിംഗ് എന്ന് പറയുന്നത് പല സ്റ്റുഡൻസിനും പേടിയുള്ളൊരു മൊഡ്യൂളാണ് അല്ലേ? സോ ആ പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള മൊഡ്യൂൾസിനെ പോലൊന്നും അല്ല. അതായത് റൈറ്റിംഗ് ആയിക്കോട്ടെ, ലിസ്ണിംഗ്, റീഡിംഗ് എന്നൊക്കെ പറയുന്നത് എക്സാമിനറുമായിട്ട് ഡയറക്റ്റ് ഒരു കോൺടാക്റ്റ് വരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതി വെക്കാം. പക്ഷേ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ പല ആൾക്കാർക്കും പേടിയാണ്. കാരണം എക്സാമിനായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, എങ്ങനെ ആ പേടി മാറ്റാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതാണ് ഞാൻ ഇന്നിവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഹലോ എവ്രി വൺ, വെൽക്കം ടു കാഞ്ഞിര അക്കാഡമിക്സ് കരിയർ അക്കാഡമി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പീക്കിംഗ് മൊഡ്യൂളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സ്പീക്കിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സെൻറ്റൻസ് ഫോമാറ്റ്, യൂസ് ചെയ്യേണ്ട ടെൻസസ്, എങ്ങനെ ആയിരിക്കണം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ, എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യമേ തന്നെ നമുക്ക് സ്പീക്കിങ്ങിൻ്റെ ഒരു സ്ലോട്ട് കിട്ടും അല്ലേ? സ്പീക്കിങ്ങിൻ്റെ സ്ലോട്ട് കിട്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ മുന്നേ തന്നെ നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ എക്സാമിന് ഇരിക്കുന്ന ആ റൂമിലേക്ക് തന്നെ നമ്മളെ കടത്തി വിടും. സോ അതിനു മുന്നേ അവരെന്ത് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും നമുക്ക് അകത്തിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. സോ പാസ്പോർട്ടുമായിട്ട് നമ്മൾ അകത്തോട്ട് പോകുന്നു. എക്സാമിനർ നമ്മളെ ഗ്രീറ്റ് ചെയ്യും, നമ്മളും എക്സാമിനറെ ഗ്രീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മളവിടെ ഇരിക്കും. സോ അതിനുശേഷം ഒരു കുറച്ച് സമയം നമ്മുടെ ഫുൾ നെയിം എല്ലാം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് അവരെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു റെക്കോർഡിംഗ് സെക്ഷൻ അവിടെ ഉണ്ടാവും. ആ സമയത്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ടൈമാണ്. സോ ആ ഒരു ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ബ്രീത്തൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് അവർ 3 പാർട്ടായിട്ടാണ് സ്പീക്കിംഗ് സെക്ഷൻ നടക്കുക. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. സോ പാർട്ട് 1 അവരെന്താ ചോദിക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് സെൽഫ് ഇൻട്രഡക്ഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. ലൈക്ക് വെയർ ആർ യു ഫ്രം, ആർ യു വർക്കിംഗ് ഓർ സ്റ്റഡിങ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ ഒന്ന് പ്രിപ്പയർഡ് ആയി പോകുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് അതൊക്കെ നമ്മളെപ്പറ്റി ചോദിക്കുന്ന കാര്യങ്ങളാണ്, നമുക്ക് നമ്മളെപ്പറ്റി തന്നെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ? സോ അതെങ്കിലും നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പറയാൻ പറ്റുവാണെങ്കിൽ അത് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളതാണ്. സോ അത് നമുക്കൊന്ന് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ വാട്ട് ഈസ് യുവർ ഫുൾ നെയിം എന്ന് ചോദിക്കുമ്പോൾ ഒരു സിംഗിൾ വേർഡിൽ സെൻറ്റൻസിൽ ആൻസർ പറയാതെ മൈ ഫുൾ നെയിം ഇസ് ദിസ് ആൻഡ് യു ക്യാൻ കോൾ മീ യുവർ ഫസ്റ്റ് നെയിം, അങ്ങനെ പറയാൻ ശ്രമിക്കുക. ദെൻ വെയർ ആർ യു ഫ്രം എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കുക. അപ്പോൾ നമുക്ക് പറയാം ഐ കം ഫ്രം ദിസ് പ്ലേസ് എന്ന്. എല്ലാവരും പറയുന്ന ഒരു തെറ്റുകാരാണ് ഐ ആം കമ്മിങ് ഫ്രം. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഒന്നെങ്കിൽ ഐ കം ഫ്രം അല്ലെങ്കിൽ ഐ എം ഫ്രം ദിസ് പ്ലേസ് എന്ന് പറയാം. പക്ഷെ അത് അവിടെയും ഒരു സെൻറ്റൻസിൽ മാത്രം നിർത്താതെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ കം ഫ്രം കഞ്ഞിക്കുഴി വിച്ച് ഇസ് അറൗണ്ട് 2 കിലോമീറ്റേഴ്സ് അവേ ഫ്രം കോട്ടയം സിറ്റി, അല്ലെങ്കിൽ വിച്ച് ഇസ് ഐ ആം ലിവിങ് ഇൻ ദ ഹാർട്ട് ഓഫ് കോട്ടയം സിറ്റി. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളോട് അവിടെ സെൻറ്റൻസ് ആഡ് ചെയ്ത് പറയുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആർ യു വർക്കിംഗ് ഓർ സ്റ്റഡി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ആ സമയത്ത് ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് യു ക്യാൻ സേ ദാറ്റ് ഐ ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ BCom ഡിഗ്രി, അല്ലെങ്കിൽ ഐ ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ BTech, നൗ ഐ എം പ്ലാനിങ് ടു ഗോ അബ്രോഡ് ഫോർ മൈ ഹയർ സ്റ്റഡീസ്. ഇങ്ങനെയുള്ള ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ദെൻ എസ്പെഷ്യലി ഇത് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനോടായിരിക്കും ചോദിക്കുക. ജനറലുകാർ, അതായത് വർക്ക് ചെയ്യാൻ PR ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരോട് അവർ ഒരു കാര്യം കൂടെ ചോദിക്കാറുണ്ട്. ലൈക്ക് ഓൾറെഡി വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അവരോട് അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് ഡു യു ലൈക്ക് മോസ്റ്റ് അബൌട്ട് യുവർ വർക്ക് എന്ന് ചോദിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? സോ ആ ഒരു കാര്യം നിങ്ങൾ നേരത്തെ പഠിച്ചു. ഈവൻ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ ആ വർക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഇപ്പോൾ സെയിൽസ് റിലേറ്റഡ് ആണെങ്കിൽ ഐ ലവ് ടു മീറ്റ് പീപ്പിൾ, എവറി ഡേ ഐ ലവ് ടു meet different people, new people in my life. So I love to contact with these kind of people.
പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ട് ആ പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നല്ല രീതിയിൽ നല്ല സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ വെച്ച് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് ആണ് പാർട്ട് 2ലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. സോ അവർ പറയും പാർട്ട് 1 കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ അവർ പറയും സോ ലെറ്റ്സ് കം ടു പാർട്ട് 2, ഐ ഗീവ് യു എ ക്യൂ കാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ക്യൂ കാർഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ട, അതായത് 2 minutes നമ്മൾ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ക്യൂ കാർഡ് എന്ന് പറയുന്നത്. സോ ഈ ക്യൂ കാർഡിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ 3 സബ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. എന്നിട്ട് അത് നമുക്ക് തന്നിട്ട് അവർ പറയും 1 minute നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം തരും. അപ്പോൾ ഒരു പെൻസിലും ഒരു പേപ്പറും നമ്മുടെ കയ്യിൽ തരും, നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണ്ട എങ്കിൽ പ്രിപ്പയർ ചെയ്യില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഫ് യു വോണ്ട് ടു പ്രിപ്പയർ യു ക്യാൻ പ്രിപ്പയർ ഇറ്റ്. അതിനുശേഷം നമ്മളുടെ കയ്യിൽ നമുക്കറിയില്ല 1 minute കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. സോ അവർ തന്നെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യിക്കും, അതായത് 1 minute കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. സോ അതിനുശേഷം 2 minutes നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സബ് ക്വസ്റ്റ്യൻസ് 1 to 3 വരെ തന്നിരിക്കുന്ന ആ സബ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഡെഫിനറ്റായിട്ടും ഈ 2 minutesൻ്റെ അകത്തുള്ളിൽ തന്നെ ഇൻക്ലൂഡഡ് ആവണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റൈറ്റിങ്ങിലുള്ളത് പോലെ തന്നെ ഇവർ ടാസ്ക് അച്ചീവ്മെൻറ്റും കൊഹസീവ് ആൻഡ് കൊഹിറൻസ്, ലെക്സിക്കൽ റിസോഴ്സസ്, ഗ്രമാറ്റിക്കൽ റേഞ്ച് എല്ലാം തന്നെ ഇവിടെയും അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറയുന്ന സമയത്ത് നല്ല വൃത്തിക്ക് ഓർഡറായിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഏതൊരു ടോപ്പിക്ക് കിട്ടിയാലും ആ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ ആയിരിക്കണം നമ്മൾ ആദ്യമേ ഒന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡയറക്റ്റ്ലി അതിലേക്ക് കടക്കാതെ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ ഇൻട്രഡക്ഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്പോർട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്പോർട്സിനെ പറ്റിയിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ ആദ്യമേ നമുക്ക് സ്പോർട്സിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയ ഇൻട്രഡക്ഷൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, സ്പോർട്ട് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഹെൽപ്സ് me to relax and relieve their stress and tension. Here I would like to talk about a sport which I love to do. That is എന്ന് പറഞ്ഞിട്ട് അത് ഏത് സ്പോർട്ടാണ്, ദാറ്റ് ഇസ് ഫുട്ബോൾ, ക്രിക്കറ്റ്, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, സോ ആദ്യമേ തന്നെ നമ്മൾ പറയേണ്ടത് ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തതുകൊണ്ട് നമ്മൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ വൃത്തിക്ക് പറയാം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം WH ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആയിരിക്കണം. നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ്, അതിനുള്ള ആൻസേഴ്സ് ആയിരിക്കണം നമ്മൾ ആദ്യമേ പറയേണ്ടത്. വാട്ട്, വെൻ, വെയർ, ഹൗ ആൻഡ് ഹൗ ലോങ് എന്നുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ വേണം നമ്മൾ പറയാൻ. അതായത് ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ റിലേറ്റഡ് ആയിക്കോട്ടെ, പ്ലേസ് റിലേറ്റഡ് ആയിക്കോട്ടെ, ആ പ്ലേസിൽ നിങ്ങൾ ആദ്യമേ വിസിറ്റ് ചെയ്ത് എപ്പോഴാണ്, ഓക്കെ, അല്ലെങ്കിൽ ആ പേഴ്സണെ നിങ്ങൾ ആദ്യമേ എവിടെ വെച്ചാണ് മീറ്റ് ചെയ്തത്, അത് ഇത്രയും നാളുമായിട്ട് ഇന്നലെ പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ആ ഇൻട്രഡക്ഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പറയുവാണെങ്കിൽ എല്ലാത്തിൻ്റെ അകത്തും ആ ഒരു സെയിം ഇൻട്രഡക്ഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, here I would like to talk about a person. His name is Balu. He is working in this field. I first met her in the year of 2014 while I was working in Kottayam. Even though it happened long years back, I still remember it like it was just yesterday. ഇങ്ങനെയുള്ളൊരു ഇൻട്രഡക്ഷൻ കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു പ്ലേസ് ആയിക്കോട്ടെ, ഐ ഹാവ് വിസിറ്റഡ് മെനി അട്രാക്റ്റീവ് പ്ലേസസ് ഇൻ മൈ ലൈഫ്. ഹിയർ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് എ പ്ലേസ് ദാറ്റ് ഈസ് അബൌട്ട് മൂന്നാർ. ഐ ഫസ്റ്റ് വിസിറ്റഡ് ദെയർ ഇൻ ദി ഇയർ ഓഫ് 2014 while I was doing my second year of engineering. I went there with my school friends. Even though it happened long years back, I still remember it like it was just yesterday. ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ തന്നെ ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഒരു സ്പീക്കിംഗ് പാറ്റേണിലും ഒരു സ്പീക്കിംഗ് കണ്ടൻറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അതിന് ശേഷമാണ് നമ്മൾ ആ 3 സബ് ക്വസ്റ്റ്യനും ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാന്നുള്ളത്. ഈ ക്യൂ കാർഡ് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യും. ബാക്കിയുള്ളത് പാർട്ട് 1 ആയിക്കോട്ടെ, പാർട്ട് 3 ആയിക്കോട്ടെ, വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല എങ്കിൽ പോലും പാർട്ട് 2 നിങ്ങൾ നല്ല പോലെ പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് അതിനാണ് ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ, ചില ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളായിരിക്കാം. പക്ഷേ അത് നമ്മുടെ ലൈഫിൽ നടന്ന പോലെ ഒരു ഇമാജിനറി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയേണ്ടത്.
ഓക്കെ. ചിലപ്പോൾ അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് നമ്മുടെ ഒരു ഇമാജിനറി സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫിൽ അത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ അത് പറയുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. ദെൻ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനെ വേണ്ടവണ്ണം അതിനെ ഇലാബറേറ്റ് ചെയ്ത് പറയണം. അതായത് ചിലപ്പോൾ വളരെ ഷോർട്ടാക്കി പറഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. പക്ഷേ അങ്ങനെ ആ 1 മിനിറ്റ് കൊണ്ട് തീർക്കാൻ നമുക്ക് പാടില്ല. ബിക്കോസ് 2 മിനിറ്റാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആ സിറ്റുവേഷനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് അത് എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ആഡ് ചെയ്ത് ആ 3 സബ് ക്വസ്റ്റ്യനുള്ള ആൻസർ ഇൻക്ലൂഡ് ചെയ്ത് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് പറയുവാണെങ്കിലാണ്. കാരണം നമ്മുടെ ഇമാജിനേഷൻ അവിടെ മാർക്കില്ല. ഓക്കെ. നമ്മുടെ ഇമാജിനേഷൻ അല്ല അവിടെ മാർക്ക്, നമ്മുടെ ലാംഗ്വേജിനാണ് മാർക്ക്. സോ അത് ജെനുവിൻ ആണോ ജെനുവിൻ അല്ലയോ എന്നുള്ളതൊന്നും അവർ ചെക്ക് ചെയ്യുന്നില്ല. അവർക്കറിയേണ്ടത് നമ്മുടെ ലാംഗ്വേജാണ്. ലാംഗ്വേജ് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിക്വയർഡ് സ്കോർ തന്നെ കിട്ടും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവർ ഈ സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചില ടോപ്പിക്കുകൾ അവർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ മാത്രം പറയേണ്ട കാര്യങ്ങളായിരിക്കും. അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടതെല്ലാം പാസ്റ്റ് ടെൻസിലാണ്. ചിലതെല്ലാം നമ്മൾ പറയേണ്ടത് നമ്മളുടെ ലൈഫിൽ ചെയ്യാറുള്ള ഒരു ഹാബിറ്റാണ് പറയേണ്ടത്. സോ ആ ഹാബിറ്റ് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മളതെല്ലാം മിക്കതും പറയേണ്ടത്. ചിലത് നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലായിരിക്കണം കൂടുതൽ പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പോർട്ട് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഡു ഇൻ ദ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഡ്രീം ഹോം, ഇതൊക്കെ പറയേണ്ടത് ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അവർ ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഈ ടെൻസൊക്കെ കറക്റ്റായിട്ട് അറിയാവോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ അത് ശ്രദ്ധിക്കുക. കിട്ടുന്ന ടോപ്പിക്ക് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ പറയാനും പ്രസൻറ്റ് ടെൻസിൽ പറയാനും ഫ്യൂച്ചറിൽ പറയാനും നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ വൊക്കാബുലറി കാര്യങ്ങളുണ്ട്. അത് വേറെ ഒരു സെക്ഷനായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പാർട്ട് 2-ൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി പാർട്ട് 3 എന്ന് പറയുന്നത് പാർട്ട് 2-ലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ നമ്മളോട് ചോദിക്കുക. സോ ഈ ഡിസ്കഷൻ ടോപ്പിക്സ് എന്നാണ് നമ്മൾ പറയുക. ആ ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് മൊത്തത്തിൽ തന്നെ സ്പീക്കിങ്ങിന് ചോദിക്കുക. അല്ലാതെ ഒരിക്കലും ഒത്തിരി ടെക്നിക്കലായിട്ടൊന്നും ക്വസ്റ്റ്യൻസ് പോവില്ല. ഓക്കെ. നമ്മളുടെ ജെനുവിനിറ്റി ചെക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അവർ ചോദിക്കില്ല. ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും അവർ നമ്മളോട് ചോദിക്കുക. ഓക്കെ. അപ്പോൾ ഈ ജനറൽ ടോപ്പിക്കിൽ ഇപ്പോൾ ഒരു പേഴ്സൺ റിലേറ്റഡ് ആണെങ്കിൽ അവർ ചോദിക്കുന്നത് ഹൗ ഡു യു ഡിഫൈൻ എ പേഴ്സൺ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ജനറൽ ടോപ്പിക്സ് ആയിരിക്കും അവർ നമ്മളോട് ചോദിക്കുക. അപ്പോൾ ആ സമയത്തും നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഏറ്റവും അവസാനമൊക്കെ വരുന്ന സമയത്ത് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും തമ്മിലൊക്കെ മിക്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ ടോപ്പിക്സ് അവർ നമ്മളോട് ചോദിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാസ്റ്റിൽ അതെങ്ങനെയായിരുന്നു, പ്രസൻറ്റിൽ ഇപ്പോൾ അതെങ്ങനെയാണ്, ഫ്യൂച്ചറിൽ അതെങ്ങനെയായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവിടെ അവർ ചെക്ക് ചെയ്യുന്നത് ടെൻസസ് ആണ് നോക്കുന്നത്, ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആണ് നോക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ അവർ നോക്കാറുണ്ട്. സോ ഇതാണ് ഒരു ചെറിയ ഓവറോൾ ഐഡിയ ഓഫ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വൊക്കാബുലറി, സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യേണ്ട വൊക്കാബുലറി നമ്മൾ നോക്കുന്നുണ്ട്. ടെൻസസ് യൂസ് ചെയ്യേണ്ടത് എവിടെ എങ്ങനെയൊക്കെയാണ്, പ്രൊനൗൺസിയേഷൻ എങ്ങനെ ആയിരിക്കണം ഓരോ നിൻ്റെയും, ഇതൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഇനി അടുത്തത് കവർ ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ മാത്രമാണ് തന്നിരിക്കുന്നത്. സോ ഈ പാർട്ട് 3 മൊത്തം കവർ ചെയ്യുന്നതിന് ശേഷം അവർ താങ്ക് യു പറയും, നമ്മളും താങ്ക് യു പറഞ്ഞിട്ട് തിരിച്ചു പോരുന്നതായിരിക്കും. ഇതെല്ലാം റെക്കോർഡഡ് ആണ്. ഓക്കെ. സോ ഈ റെക്കോർഡഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്തോണം. ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് 2 മിനിറ്റ്സിന് മുന്നേ അവരെ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ, ലൈക്ക് ഒരു ആക്ഷൻ പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് നിർത്തരുത്. അവരുടെ വാഗുകൊണ്ട് തന്നെ ഒരു സ്റ്റോപ്പ് പറയുവാണെങ്കിൽ മാത്രമേ ആ 2 മിനിറ്റ്സിനുള്ള നമ്മൾ പറയേണ്ട ക്യൂ കാർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നിർത്താൻ പാടുള്ളൂ. ഓക്കെ. സോ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.